Hello students, next we have the definition of Hasse diagram. Given a relation, we can draw the diagram, directed graph of the relation. From that, after certain operations, we get another diagram which is called the Hasse diagram. Notes are already shared with you. Then you can view the video and using the notes given, write the notes in your book also. Then what is a Hasse diagram? From a directed graph of a partial ordering, we delete all the loops and all the edges showing transitivity. ആദ്യം ഗ്രാഫ് വരയ്ക്കുക, ഡയറക്റ്റഡ് ഗ്രാഫ് വരയ്ക്കുക, റിലേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്. Then delete all loops, then delete all edges showing transitivity. Then we have to arrange each edge so that its initial vertex is below the terminal vertex. Initial vertex താഴെയും terminal vertex പൊക്കത്തിലും ആകുന്നത് പോലെ. ഇപ്പോൾ ഓർഡർ ഉണ്ട്, ഡയറക്റ്റഡ് ഗ്രാഫ് ആണ്. അപ്പോൾ ഡയറക്ഷൻ നോക്കിയിട്ട് ഇനിഷ്യൽ വെർട്ടെക്സ് താഴെയും ടെർമിനൽ വെർട്ടെക്സ് പൊക്കത്തിലും ആകുന്നത് പോലെ ഗ്രാഫിനെ അറേഞ്ച് ചെയ്യുക. Then delete all the arrows from the directed graph. ഡയറക്റ്റഡ് ഗ്രാഫ് 1, 2 എന്ന് പറയുകയാണെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് എന്ന് കാണിക്കാൻ നമ്മൾ ആരോ ഉപയോഗിക്കുമായിരുന്നു. 1, 2 ആണെങ്കിൽ 1ൽ നിന്ന് 2ലേക്ക് 1 ആണ് അതിന്റെ ഇനിഷ്യൽ വെർട്ടെക്സ്, 2 ആണ് അതിന്റെ ടെർമിനൽ വെർട്ടെക്സ്. അതേപോലെ എല്ലാത്തിനും ഇനിഷ്യൽ വെർട്ടെക്സ് താഴെയാക്കി റീഡ്രോ ചെയ്യുക. അതിനുശേഷം ആരോ ഡിലീറ്റ് ചെയ്യുക. ദാറ്റ്സ് കോൾഡ് ദ Hasse diagram. Now we are going to construct the Hasse diagram. പ്രോസസ്സ് ചെയ്യുമ്പോൾ പഠിച്ചോളൂ. ഫോർ ദ പാർഷ്യലി ഓർഡർഡ് സെറ്റ്സിനാണ് നമുക്ക് Hasse diagrams വരയ്ക്കുക. ഫോർ ദ പാർഷ്യലി ഓർഡർഡ് സെറ്റ് 1, 2, 3, 4, സെറ്റ് 1, 2, 3, 4, the usual less than or equal to relation. P less than or equal to partially ordered set. കാണുന്ന സെറ്റ് ഇതാണ് അല്ലെ, എസ് ലെസ് ദാൻ എസ് ഈസ് ദ സെറ്റ്. എസ് ഈസ് സെറ്റ് 1, 2, 3, 4 and the relation is ordinary less than or equal to. You can write the relation R by listing the elements 1, 2, 3, 4. അപ്പോൾ 1 less than or equal to 1 ആയതുകൊണ്ട് 1, 2, 1 less than or equal to 2, 1 less than or equal to 3, 1, 3 is a number, 1 less than or equal to 4, 1, 4 is a number. Then 2, 2, 2, 1 പറ്റത്തില്ലല്ലോ. 2, 3, 2, 4, 2 less than or equal to ആവുന്ന നമ്പേഴ്സ് പറ്റത്തില്ല. 3, 1 പറ്റത്തില്ല, 3, 2 പറ്റത്തില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, 3 പറ്റും, 3, 4 പറ്റും. 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് എഴുതാൻ 4, 4 എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ. ദിസ് ഈസ് ദ റിലേഷൻ. ദെൻ ഫസ്റ്റ് വി ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ relation. Directed graph നമ്മൾ നേരത്തെ വരയ്ക്കുമായിരുന്നു. 1, 2, 3, 4 are the vertices. Then 1, 1 is a loop. So we can draw 1, 2, 1. Then 1, 2, 2. 1, 2, 2 നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. Then 1, 2, 3. 1, 2, 3 ഇനി നേരെ വരയ്ക്കത്തില്ലല്ലോ, നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. 1, 2, 3. 1, 2, 4. 1, 2, 4. Then 2, 2. 2, 2, 2 ലൂപ്പാണ് വേണ്ടത്. നമുക്ക് ഈ സൈഡിലേക്ക് വയ്ക്കാം. 2, 2, then 2, 3, then 2, 4, 2, 4 ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നു. 2, 4, 3, 3, 3 ലൂപ്പാണ്. 3, 4, 3, 4, 4, 4 is another loop. 4, 4, 4 loop. ഇതാണ് തന്നിരിക്കുന്ന ഗ്രാഫ്. Then first we have to delete the loops. ആദ്യം ഓരോ സ്റ്റേജ് ആയിട്ട് ചെയ്യും. ആദ്യം നമുക്ക് ലൂപ്സിനെ ഡിലീറ്റ് ചെയ്യും. 1, 2, 3, 4. 1, 2, 3, 4. ലൂപ്സിനെ ഡിലീറ്റ് ചെയ്താൽ അപ്പോൾ 1, 1 ഇല്ല. ലൂപ്സിനെ ഡിലീറ്റ് ചെയ്യുക, ബാക്കി വരയ്ക്കുക, അത്രേ ഉള്ളൂ. 1, 2, 2, 3, 3, 4 ഉണ്ടായിരുന്നു. പിന്നെ ഉള്ള 1, 3 ഉണ്ട്, അത് ലൂപ്പല്ലല്ലോ. 1, 3 ഉണ്ട്, 1, 4 ഉണ്ട്, 2, 3 ഉണ്ട്, 2, 3 വരച്ചിട്ടുണ്ട്, 2, 4, 2, 4. ഇത്രയാണ് ലൂപ്സ് ഡിലീറ്റ് ചെയ്തു. ഇപ്പൊ കിട്ടിയത് ലൂപ്സ് ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ട്രാൻസിറ്റിവിറ്റി കാണിക്കുന്ന എഡ്ജസും കൂടെ ഡിലീറ്റ് ചെയ്യുകയാണ്.
1 2 ഉണ്ട് 2 3 ഉണ്ട് 1 3 ട്രാൻസിറ്റിവിറ്റി കാണിക്കുന്ന എഡ്ജാണ്. അപ്പൊ ഈ എഡ്ജിനെ ആവശ്യമില്ല. 1 2 3 4 1 2 3 4 1 2 നേരെ ഡയറക്റ്റ് ഉള്ളതൊക്കെ വേണം. 2 3 3 4 ഇതെല്ലാം ഉണ്ട്. 1 3 ആവശ്യമില്ല നമ്മൾ കണ്ടു. ഇനി 2 3 ഉണ്ട് 2 4 ഉണ്ട്. അപ്പൊ 2 3 ഉണ്ട് 3 4 ഉണ്ട്. അപ്പൊ 2 4 ട്രാൻസിറ്റിവിറ്റി ആണ്. അപ്പൊ അത് വേണ്ട. 1 2 ഉണ്ട് 2 4 ഉണ്ട് 1 4 ട്രാൻസിറ്റിവിറ്റി ആണ്. അതും വേണ്ട. അപ്പൊ ഇതാണ് ട്രാൻസിറ്റിവിറ്റി കാണിക്കുന്ന എഡ്ജസും കൂടെ ഡിലീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡയറക്റ്റഡ് ഗ്രാഫ്. 1 2 1ൽ നിന്ന് 2ലേക്കാണ്. 1 ആണ് അതിന്റെ ഇനിഷ്യൽ വെർട്ടെക്സ്. 2ൽ നിന്ന് 3ലേക്ക് 2 ആണ് ഇനിഷ്യൽ വെർട്ടെക്സ്. 3ൽ നിന്ന് 4ലേക്ക് 3 ആണ് ഇനിഷ്യൽ വെർട്ടെക്സ്. ഇവിടെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ട വന്നില്ല. After deleting all the loops and edges showing transitivity, usually we have to arrange the vertices so that as a directed graph, so that the initial vertex is below the terminal vertex. അങ്ങനെ വരുന്നത് പോലെ ഇതിപ്പോ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. Then the Hasse diagram is an undirected graph. ഇവിടെ ആരോ മാർക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇനിഷ്യൽ വെർട്ടെക്സ് താഴെയായിട്ട് ക്രമീകരിച്ചതിന് ശേഷം 1 2 ഇനി 1 2 എഴുതുമ്പം ഈ ആരോ വേണ്ട. ദെൻ 2 3 ഇനിഷ്യൽ വെർട്ടെക്സ് താഴെയാക്കാനല്ലേ വന്നത്. അതുകൊണ്ട് ആരോ മാർക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ദെൻ 3 to 4 3 ഇനിഷ്യൽ വെർട്ടെക്സും 4 ടെർമിനൽ വെർട്ടെക്സും ആണെന്ന് ക്ലിയർ ആണ്. ഹെസ്സെ ഡയഗ്രത്തിൽ അങ്ങനെ ചെയ്യാനാണ്. ഇനിഷ്യൽ വെർട്ടെക്സ് താഴെയായിട്ട് ചെയ്യും. സോ ദ ഹെസ്സെ ഡയഗ്രാം ഓഫ് ദ given relation 1 2 3 4 in the usual less than or equal to order E. That's a partially ordered set, and its Hasse diagram is like this. And in the notes you are given another question. Draw the Hasse diagram of set of all ordered by AB such that A divides B on set 1 2 3 4 6 8 12. അത്രയും പോയിന്റ്സ് തന്നിട്ടുള്ളൂ. അവിടെ A divides B സാറ്റിസ്ഫൈ ചെയ്യുന്ന ordered bias നമുക്ക് റിലേഷനിൽ വരും. Then first of all you draw the diagram of list the elements as ordered base. Then draw the list ചെയ്യാതെയും ആലോചിച്ചും ഡയഗ്രാം വരയ്ക്കാം. ലൂപ്സ് ഡിലീറ്റ് ചെയ്യുക. ട്രാൻസിറ്റിവിറ്റി കാണിക്കുന്ന എഡ്ജസ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ഒരു ഡയറക്റ്റഡ് ഗ്രാഫിനെ നമ്മൾ അൺഡയറക്റ്റഡ് ആക്കാൻ പോകും. അതിനു മുമ്പ് ഇനീഷ്യൽ വെർട്ടെക്സ് താഴെയാവുന്നത് പോലെ എല്ലാത്തിനെയും ക്രമീകരിക്കാം. Then create the arrows also. Then you obtain the Hasse diagram. That's about Hasse diagram. അപ്പോൾ അതിലൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ പ്രോബ്ലം കൂടി ചെയ്ത് അതിന്റെ Hasse ഡയഗ്രാം വരയ്ക്കുന്ന സ്റ്റേജസ് ഉൾപ്പെടെ ബുക്കിൽ കംപ്ലീറ്റ് ചെയ്യുക. ബുക്കിന്റെ ആ പേജ് നിങ്ങളുടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഡിപ്പെൻഡിങ് ഓൺ ദ അസൈൻമെന്റ് ഐ വിൽ മാർക്ക് ദ അറ്റൻഡൻസ് ഓഫ് ദ ഡേ. Okay, thank you. Question will be added to your Google Classroom.